പ്രോഗ്രാമിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ പ്രവർത്തിച്ചു വരുന്ന ചക്കുളത്തമ്മ സഞ്ജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് വൃദ്ധസദനത്തിൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ പേര് സതീന്ദ്രനാഥ്. ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളെ പോലെയുള്ളവർ ചക്കുളത്തമ്മ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചക്കുളത്ത് തിരുമേനി, രാധാകൃഷ്ണൻ തിരുമേനിയായിട്ടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ വിശദീകരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് അവർ കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഓരോ സ്ഥലത്ത് യൂണിറ്റ് ഉണ്ടാക്കി എന്തെങ്കിലും ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർ രാമനായർ. അപ്പം പുള്ളിയുടെ ഒരു അഭിപ്രായമായിരുന്നു നമുക്കൊരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആലോചിച്ച് അതിനുവേണ്ടി ചർച്ച നടത്തി നമ്മളങ്ങനെ ഒരു തുടങ്ങാനായിട്ടൊരു തീരുമാനമെടുത്ത് നമ്മുടെ നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു. പല യൂണിറ്റുകളുണ്ടാക്കി, ചെറിയ യൂണിറ്റുകളുണ്ടാക്കി അവരുമായിട്ടൊക്കെ സഹകരിച്ചു. അതിൽ ഓരോ യൂണിറ്റുകളിലെയും പ്രവർത്തകരെ ഉണ്ടാക്കി. അങ്ങനെ ഒരു 8-10 യൂണിറ്റോളം ഇതിൻ്റെ സബ് യൂണിറ്റുകൾ. അങ്ങനെ യൂണിറ്റുകൾ മുഖാന്തരം പിരിവുകളെല്ലാം എടുത്ത് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വാങ്ങി കഴിഞ്ഞപ്പോൾ സെൻട്രൽ കമ്മിറ്റി ഒരു 6 ലക്ഷം രൂപ തന്ന് നമുക്ക് ആദ്യത്തെ ഒരു കെട്ടിടം വയ്ക്കാനായിട്ടുള്ള ഫണ്ട് അവർ തന്നു. അതനുസരിച്ച് നമ്മളൊരു കെട്ടിടം വെച്ച് വളരെ ആദ്യം തുടക്കത്തിൽ ഒരു 6-7 പേര് അന്തേവാസികളെ വെച്ച് നമ്മൾ ഇത് ആരംഭിച്ച് പിന്നെ നമ്മൾ ഈ യൂണിറ്റുകളുടെ പ്രവർത്തന ഫലമായിട്ട് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കാൻ കഴിയുകയും അതനുസരിച്ച് നമ്മൾ കെട്ടിടങ്ങൾ വികസിപ്പിക്കുകയും ആളെ കൂടുതൽ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇത്രയും നിലവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് ആംബുലൻസ് സൗകര്യമുണ്ട്, മറ്റ് ഇവർക്ക് ആഹാരമൊന്നും മുട്ടുകൂടാതെ കൊടുക്കാനുള്ള കപ്പാസിറ്റി നിലവിലിപ്പം ആളുടെ സംഭാവനകളുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തി കൂടുതലും ഇതിൻ്റെ നടപടികൾ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഒരുപറ്റം മനുഷ്യസ്നേഹികളായ വ്യക്തികളുടെ പ്രയത്നഫലമായി ചക്കുളത്തുകാവ് ദേവീക്ഷേത്ര ട്രസ്റ്റിന്റെ സഹായത്താൽ അനാഥരാക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ 2005 ഒക്ടോബർ 1 കിളിമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ചക്കുളത്തമ്മ സഞ്ജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോം. ചക്കുളത്തമ്മ സഞ്ജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ട്രസ്റ്റിൻ്റെ കേന്ദ്ര ഭാരവാഹികൾ ചക്കുളത്തമ്മ ക്ഷേത്ര ഭാരവാഹികൾ കൂടിയാണ്. കിളിമാനൂർ യൂണിറ്റാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ 2005 ഒക്ടോബർ 1 ഇത് ആരംഭിച്ചു. അതിന് മുന്നേ നമ്മൾ നാട്ടുകാരുടെയും സഹകരണത്തോടെ നമ്മൾ ഈ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് കിളിമാനൂർ യൂണിറ്റ് ഭാരവാഹികളുടെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് എൻ ശിവദാസൻ, സെക്രട്ടറി ഞാൻ സതീന്ദ്രനാഥ്, ട്രഷറർ എൻ വിക്രമൻ നായർ തുടങ്ങി 9 മെമ്പേഴ്സാണ് ഇതിൻ്റെ ഭരണസമിതിയിലുള്ളത്. ഇപ്പോൾ ഇവിടെ 33 താമസക്കാരുണ്ട്, 5 ജീവനക്കാരുമുണ്ട്. ഇവരുടെ എല്ലാം നിത്യ ചെലവുകളും മറ്റുള്ളതും നടക്കുന്നത് നാട്ടുകാരുടെ നിർലോഭമായ സഹകരണങ്ങൾ കൊണ്ടാണ്. അവരുടെ വീടുകളിൽ നടക്കുന്ന വിശേഷ ദിവസങ്ങളായ ചോറൂണ്, ബർത്ത്ഡേ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അവർ നമ്മളോടും സഹകരിച്ച്
നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ജനറൽ ഹോസ്പിറ്റൽ 9-ാം വാർഡിൽ ആരുമില്ലാതെ ചികിത്സയിൽ കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്നവരെ സാമൂഹ്യനീതി വകുപ്പും ഓർഫനേജ് കൺട്രോൾ ബോർഡും ഒക്കെ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ കൊണ്ടുവന്ന് താമസിക്കുകയാണ്. കൂടാതെ ഈ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തുന്ന ആൾക്കാരെയും നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ അന്തേവാസികൾക്ക് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ മുളയ്ക്കലത്താവ് ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്ടേഴ്സും സ്റ്റാഫുകളും വന്ന് കൃത്യമായ മെഡിക്കൽ ക്യാമ്പ് നടത്തി വേണ്ടുന്ന ചികിത്സ നടത്തുന്നുണ്ട്. അതായത് പെട്ടെന്ന് അസുഖം വരുന്നവരെ നമ്മൾ മുളയ്ക്കലത്താവ് ഹോസ്പിറ്റലിൽ കാണിക്കും, അല്ലെങ്കിൽ കേശവരം ഹെൽത്ത് സെൻ്ററിൽ കാണിക്കും. അങ്ങനെയാണ് നമ്മുടെ ചികിത്സാ രീതികൾ. അവിടെ കഴിയുന്നതെല്ലാം നോക്കാനും ഒന്നും ആളില്ലാത്ത ആൾക്കാരാണ്. വീടുകളോ മറ്റ് ബന്ധുക്കളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരോ അന്നദാനത്തിന് ആഹാരത്തിന് കഴിവില്ലാത്തവരോ അങ്ങനെയുള്ളവരെയാണ് നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇത് 2005 മുതൽ നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോഴ് 33 പേര് അന്തേവാസികളായിട്ടും ഉണ്ട്, 5 ജീവനക്കാരും ഉണ്ട്. ഒൻപത് അംഗങ്ങൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എൻ്റെ പേര് എൻ വിക്രമൻ നായർ എന്നാണ്. ഞാൻ ഡൽഹി ആയിരുന്നു സർവീസ് ചെയ്യുന്നത്. 2012 ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതുമായിട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും 2012 തൊട്ട് ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് ഞാൻ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു കമ്മിറ്റി ഞാൻ വന്നപ്പോഴത്തേക്ക് വളരെ ഒരു 2005 തുടങ്ങിയെങ്കിലും അത് 2-3 കമ്മിറ്റികൾ മാറി 2012 ഞാനും ഇതൊരു മെമ്പറായിട്ട് ചേർന്നു. അത് അന്ന് ഈ തുടങ്ങിയത് അവർ ഒരു 2005 സെക്രട്ടറി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പിനുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഇത് നടന്നു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ സംഭാവന കൊണ്ടാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരുണ്ട്, മറ്റുള്ള വീടുകളിൽ നിന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അവർ മിക്കവാറും അവരെ നോക്കുന്നതിന് ആരുമില്ലാത്ത പല ആൾക്കാരും നമ്മളോട് വന്ന് അപ്രോച്ച് ചെയ്യും. അവർ ഒരു നമുക്ക് തോന്നിക്കണം, അതായത് അതിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്, അവർക്ക് കുട്ടികളുണ്ടോ, അങ്ങനെ ഉള്ളവരാണോ, അല്ലാതെ വേറെ ഏതെങ്കിലും അവരെ ആശ്രയമുള്ളവരുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അതിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഈ സ്ഥാപനത്തിൽ പാർപ്പിക്കാൻ യോഗ്യരാണെന്ന് മനസ്സിലായവരെ മാത്രമേ ഞങ്ങൾ ഇവിടെ അംഗീകരിക്കാറുള്ളൂ. അപ്പോൾ ഈ വരുന്നതിൽ പകുതി കൂടുതൽ ആൾക്കാർ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്നതും ബാക്കി ഒരു 30-40% മാത്രമേ നമ്മൾ ലോക്കലി ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഈ വരുന്ന ആൾക്കാരിൽ തന്നെ അവരൊരു പ്രത്യേകിച്ച് ഒരു എമൗണ്ട് തരണമെന്നുള്ള നിർബന്ധം ഞങ്ങൾ വയ്ക്കാറില്ല, വച്ചിട്ടുമില്ല. പിന്നെ അവരിൽ ചില ആൾക്കാർക്ക് കിട്ടുന്ന പെൻഷനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ നമുക്ക് തരാറുണ്ട്. ആ ഒരു പ്രധാന ഒരു മാർഗം അതാണ്. പിന്നെ മറ്റുള്ളവരെ നമ്മൾ അപ്രോച്ച് ചെയ്തും നമ്മളിവിടെ ഓരോ വർഷം ഓരോ അവരെ നടക്കുന്ന ഫങ്ഷൻസിൻ്റെ ഒരു ഭാഗം ഇവിടെ ആഹാരം കൊണ്ടുവരുന്ന നമ്മൾ നേരത്തെ പെർമിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആഹാരം നമ്മളിവിടെ കൊണ്ടുവന്ന് അംഗീകരിക്കാറുണ്ട്. അല്ലാതെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നൊരു ആഹാരം കഴിഞ്ഞാൽ അധികം വരുന്നതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. അത് കൊണ്ടുവരുന്നത് നമുക്ക് ഇവിടെ ആൾക്ക് യോഗ്യമല്ല. പിന്നെ ചില ആൾക്കാർ എല്ലാ വർഷവും അവരുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചതായിട്ടോ അല്ലെങ്കിൽ അവർ ബർത്ത്ഡേയോ അവരൊരു എമൗണ്ട് നമ്മളെ വിളിച്ച് അങ്ങോട്ട് മുറിക്കാൻ നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് അടുത്ത വർഷം നടത്തുന്നതിന് ആഗ്രഹമുണ്ടോ? അപ്പം മിക്കവാറും അവർ എഗ്രി ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റും അതാണ് ഇതിൻ്റെ പ്രധാന റിസോഴ്സസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് 2 ലക്ഷം രൂപ നമുക്ക് ഗ്രാൻറ്റ് കിട്ടുന്നുണ്ട്. ബാക്കി ഈ പറയുന്ന നമ്മൾ ഓരോരുത്തർ പേഴ്സണൽ അപ്രോച്ചുകൾ ചില ആൾക്കാർ ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും പലരും നമ്മുടെ പേഴ്സണൽ അപ്രോച്ചിൽ പലരും പൈസ തരാറുണ്ട്. അപ്പോൾ ആ പൈസയെ കൂടെ നമ്മൾ ഇതിനകത്ത്, കാര്യം ഇവിടെ 1.5 ലക്ഷം രൂപ ഇവരുടെ ശമ്പളത്തിന് വേണ്ടി മാത്രം വേണ്ടി വരും. ആ ശമ്പളവും കൊടുത്ത് പിന്നെ ഇവർക്ക് ഈ കാലത്ത് ബെഡ് കാഫി, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ വൈകിട്ട് കാപ്പി, വൈകിട്ട് ഡിന്നർ. അപ്പോൾ ഇത് നല്ലൊരു എമൗണ്ട് സാധാരണ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ. നോൺ വെജിറ്റാണെന്നുണ്ടെങ്കിൽ 7000വും അതിൽ കൂടുതലും ആകാറുണ്ട്.
അപ്പോൾ ഈ പൈസ നമ്മൾ ഒപ്പിക്കുന്നു, അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്കിവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഈ അക്കോമഡേഷന് വേണ്ടി നമ്മൾ അന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് വളരെ ലിമിറ്റഡ് അക്കോമഡേഷനേ ഉള്ളായിരുന്നു. തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നില്ല, ഞാൻ വരുന്ന സമയത്തെ കാര്യം പറയുകയാണ് ഞാൻ. അത് കഴിഞ്ഞ് ഈ പെർക്കോട്ട് കാണുന്ന കെട്ടിടം 2014-15 വെച്ചാണ്. ഇത് വന്നതോടുകൂടി ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു വിവാഹം ഉണ്ടാകാൻ പറ്റും. ഈ ഭാഗത്ത് ആണുങ്ങളും പഴയ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ സ്ത്രീകളെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തങ്ങളുള്ള ആ ഒരു ബുദ്ധിമുട്ട്, നേരത്തെ എല്ലാം കമ്പൈൻഡ് ആയിരുന്നു. അപ്പോൾ ഈ കെട്ടിടം വന്നതോടുകൂടി അവർക്ക് കമ്പൈൻഡിൽ പ്രത്യേകിച്ച് ഉള്ള അക്കോമഡേഷൻ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു അപ്ലിക്കേഷൻ ഇല്ല അവർക്ക്. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാൻ അത് ഓരോ വർഷം കഴിയുന്നതോടുമാണ് നമുക്ക് ഈ കിട്ടുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് പൈസ അധികം വന്നു കഴിഞ്ഞാൽ ഈ കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യം നമുക്ക് നടത്താം, അത് അങ്ങ് നടത്തും. അല്ലാതെ ഒരുമിച്ച് ചെയ്യാനുള്ള പൈസയൊന്നും നമുക്ക് വരാറില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഏതായാലും ഇപ്പോഴും നമുക്ക് 33 ഇൻമേറ്റ്സ് ഉണ്ട്. അതിലൊരു 8 സ്ത്രീകളും ബാക്കിയുള്ള പുരുഷന്മാരുമാണ്. അവരിൽ പലർക്കും പല പല രോഗങ്ങളുള്ളവരാണ്. ഇവിടെ രോഗികൾ അല്ലാത്തവർ നാച്ചുറലി 60 വയസ്സ് കഴിഞ്ഞാൽ ആരും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 60 വയസ്സ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ രോഗങ്ങളും സാധാരണക്കാർക്കുണ്ടാകുന്നതിൽ കുറച്ച് കൂടുതൽ കാര്യം ഇവർ പാവങ്ങളായിരിക്കും. അതുകൊണ്ട് അവർക്ക് വീട്ടിലുള്ള ചുറ്റുപാടില്ലാത്തതുകൊണ്ട് അസുഖങ്ങൾ കുറച്ച് കൂടുതലുമായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്നത് ഷുഗറിൻ്റെ അസുഖമാണ്. മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും അതുണ്ട്. ബ്ലഡ് പ്രഷറും മറ്റേ ഈ മാനസികമായിട്ടുള്ള ആ രോഗികളെ ആണെങ്കിൽ അതൊരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിർത്താറില്ല. അത് അവർ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകാറുണ്ട്, അവർ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ജീവിത സായന്തനത്തിൽ ഒറ്റപ്പെടലിന്റെ വഴികൾ സ്വന്തമായ 35-ൽ പരം വൃദ്ധമാതാപിതാക്കൾ ഇന്ന് ഇവിടെ സ്വസ്ഥമായ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലെല്ലാം തന്നെ നമ്മൾ വളരെ സഹകരിക്കുന്നുണ്ട്. പഞ്ചായത്ത്, കിളിമാനൂർ പഞ്ചായത്ത് സ്റ്റാഫ് കംപ്ലീറ്റ് നമ്മൾ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കേശവപുരം പ്രൈമറി സെൻറ്ററിൽ നിന്നും അവർ പീരിയോഡിക്കലി അവരെ മാസത്തോറും ഒരു ടീം വരികയും അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെപ്പറ്റി അവർ അന്വേഷിക്കുകയും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് തരികയും, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവിടെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരു അതുകൊണ്ട് ഈ ആംബുലൻസ് ഉള്ളതുകൊണ്ട് ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്കൊരു വളരെ ഒരു ഹെൽപ്പ് സഹായമാണത്. ഈ പേഴ്സൺ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ ഇവിടെ സിന്ധു എന്ന് പറയുന്ന ഒരു നഴ്സാണ്. അവർ ക്വാളിഫൈഡ് നഴ്സാണ്. അവർ ഈ സ്ഥാപനം തുടങ്ങിയ സമയം തൊട്ടേ ഇതിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ആ മനോഭാവം, അതായത് ആ മനുഷ്യത്വത്തിൻ്റെ ഒരു രൂപമാണ് നമുക്ക് പറയാൻ പറ്റും. അന്ന് തൊട്ട് ഇന്ന് വരെയും കിട്ടുന്ന ശമ്പളം ഇത്രയാണെന്ന് നോക്കാതെ, ഇവിടെ കിട്ടുന്ന മറ്റ് ഫെസിലിറ്റി എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഇല്ലാതെ തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ, അല്ലെങ്കിൽ തിരുവോണത്തിന് അവരെ വീട്ടിൽ നിൽക്കേണ്ട സമയത്ത് ഇവിടെ വന്ന് അവർക്ക് 2 കുട്ടികളുണ്ട്, ആ കുട്ടികളെ പോലും അവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ള ഇവിടെ വന്നാണ് ഇവരാണ് അവരെ കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇത് നടത്തിക്കുന്നതിന് നമുക്ക് വളരെ എളുപ്പം കിട്ടാറുണ്ട്. ഒരു 2 പേരുടെ ജോലി അവർ നഴ്സാണെങ്കിൽ തന്നെയും കുക്കായിട്ടും ചെയ്യും. ഇവരെ മറ്റുള്ള ആവശ്യങ്ങൾക്കും അവർ ഉപയോഗിക്കും. കാര്യം ഒരു പർട്ടിക്കുലർ ജോലിയും ചെയ്യുന്നുള്ള കാര്യത്തിലല്ല. അപ്പോൾ അവരുടെ ഒരു ഉപയോഗം നമുക്കിവിടെ വളരെ വലുതാണ്. മാത്രമല്ല ഇവിടെ എപ്പോഴും അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വരുന്ന ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതിന് അവർക്ക് വളരെ സൗമ്യമാണ്, വളരെ എളുപ്പമാണ്. ഞങ്ങൾ വരും, എന്നും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ വരും. അധികം ഇവിടെ മിക്കവാറും ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അധികം സെക്രട്ടറി കൂടെ വരാറുണ്ട്. ചിലപ്പോൾ 2 പ്രാവശ്യം വരും, ചിലപ്പം ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ 2-3 മെമ്പേഴ്സേ കൂടുതലും വരാറുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ അവർ വരുന്ന കമ്മിറ്റിക്കോ അല്ലെങ്കിൽ എങ്ങനെ ആവശ്യത്തിൽ മാത്രമേ അവർ വരാറുള്ളൂ. പിന്നെ പ്രസിഡൻറ്റിന് നല്ല സുഖമില്ലാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമയം പോകുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കിളികളെ വളർത്തുക, അല്ലെങ്കിൽ അവരും അതുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ നിർത്തുക. അവരെ ഒരു സമയം പോകുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഈ കിളികളെ വളർത്തുന്നുണ്ട്. കുറച്ച് കോഴിയെ വളർത്തും, 1-2 ആടുകളെ വളർത്തും. അതിൽ ഇവർ തന്നെയാണ്, ഈ ഇൻമേറ്റ്സ് തന്നെയാണ് അവരെ അഴിച്ചു കെട്ടുന്നതും. അവർക്കൊരു സമയം, നല്ലൊരു ടൈം പാസ്സായിട്ടാണ് അവർ കണക്കാക്കുന്നത്. സ്വല്പം ആരോഗ്യമുള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ, എല്ലാ കൊണ്ടും പറ്റില്ല.
എന്നാലും അവർ ഈ കാര്യത്തിലൊക്കെ നമുക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ അവരെ കൊണ്ട് ഒക്കുന്ന എന്തെങ്കിലുമൊക്കെ ജോലി അവർ ചെയ്തു തരും. മറ്റുള്ള നമ്മൾ ഈ 5 പേരെ കൊണ്ട് സ്റ്റാഫ് കുറവാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന സ്റ്റാഫിനെ ഉപയോഗിക്കാൻ പറ്റുന്ന സമയമല്ല ഇപ്പോഴും. അതുകൊണ്ട് ഈ പൈസ വരുന്നതിനനുസരിച്ച് ഈ തൂക്കുന്നതിനും തുടയ്ക്കുന്നതിനും വേണ്ടി ഒരാളേ ഉള്ളൂ. അതിനിപ്പം ഒരു 1-2 പേരെ കൂടെ ആവശ്യമുണ്ട്. കാര്യം ഇവർക്കൊന്ന് തുണി കഴുകാൻ നിവൃത്തിയുള്ളവരല്ല. അവരെക്കൊണ്ട് ശാരീരികമായിട്ട് ശേഷിയില്ലാത്തതുകൊണ്ട് നമുക്ക് സഹായിച്ചേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു വാഷിംഗ് മെഷീൻ, ഒരു വലിയൊരു മെഷീൻ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു പൈസ വന്ന് അത് ആ വാഷിംഗ് മെഷീൻ കൊണ്ട് ഇപ്പോൾ തുണി കഴുകുന്നത് എളുപ്പമായി കഴിഞ്ഞു. അപ്പോൾ ആ കഴുകുന്നതിലും വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാര്യം പല പല അസുഖങ്ങളുള്ള ആൾക്കാരാണ്. എല്ലാ തുണിയും കൂടെ ഒരുമിച്ചിട്ട് കഴുകാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിനെ ഓരോന്ന് ക്രമീകരിച്ചിട്ട് ആ കുറച്ചിട്ട് ആ തുണി അങ്ങനെ കഴുകി ആ 2 പേരുണ്ട് ഇപ്പം. അവർ 2 പേരും കൂടെ ഈ സിന്ധുവും ഇതെല്ലാം അതിൽ കൂടെ സഹകരിക്കുന്ന സ്ത്രീകളാണ്. പ്രായമായ സ്ത്രീകൾക്ക് അവർക്ക് ഒരു സമയം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു TV, അതായത് ഒരു 2 TV ഉണ്ട്. ഒന്ന് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് വേണ്ടിയും ഒന്ന് പുരുഷന്മാർക്ക് വേണ്ടിയും എക്സ്ക്ലൂസീവ്ലി ഉണ്ട്. അതിലുകൊണ്ട് അവർക്ക് സമയം പാസ്സാകുന്നതിന് സ്വല്പം ഒരു സമയം കിട്ടുന്നുണ്ട്. പിന്നെ റേഡിയോ 2-3 റേഡിയോ ഉണ്ട്, ചെറിയ റേഡിയോ ഉണ്ട്. അത് അവർക്ക് വെച്ച് കൊടുത്താൽ 1-2 പേര് കൂടി ചേർന്ന് അത് എന്തെങ്കിലും പാട്ടുമൊക്കെ അവർ ആസ്വദിക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പല സ്കൂളുകളിൽ നിന്നും സ്കൂൾ കുട്ടികളും അധ്യാപകരും കൂടെ വന്ന് അവരുടെ കലാപരിപാടികൾ നടത്താറുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇവർക്ക് ആഹാര സാധനങ്ങളും കൊണ്ടാണ് അവർ വരുന്നത്. വന്ന് ചിലപ്പോൾ 2-3-4 മണിക്കൂർ ഇവിടെ ചിലവഴിച്ചിട്ട് പോകുന്ന പല സ്കൂളുകളും നമ്മുടെ ഏരിയയിലുണ്ട്. എല്ലാ വർഷവും അവർ വരികയും ചെയ്യും. അത് ഈ NSSൻ്റെ കെയർ ഓഫിലാണ്. സ്കൂളുകളും മറ്റേ കോളേജിൽ നിന്നില്ല, ഹയർ സെക്കൻഡറി വരെ സ്കൂളുകൾ വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വലിയൊരു സന്തോഷമാണ്. കാര്യം അവരുടെ പാട്ട് 1-2 പേര് നല്ലപോലെ പാട്ടുന്നവരുണ്ട്. അവർ നല്ല രീതിയിൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില കലാകാരന്മാർ, അതായത് പല രീതിയിലും അവരിവിടെ വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ട് നമുക്ക് അവർക്കൊരു സമയം പാസിന് വേണ്ടി ഒരു ചെറിയ ഒരു പരിപാടി ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പല ആൾക്കാരും വരാറുണ്ട്. വന്ന് അവരുടേതായിട്ടുള്ള ഒരു അവതരണം നടത്താറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊക്കെയാണ് ഇവർക്ക് ടൈം പാസ്. ഈ ആഹാരം മാത്രം കൊടുത്താൽ പോരല്ലോ, അവർക്ക് ടൈം പാസ് കൂടെ വേണമല്ലോ. ആ ടൈം പാസ് എന്നുള്ളത് ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കിളിമാനൂർ ഉൾപ്പെടെ സമീപ പഞ്ചായത്തുകളിലെയും പൊതുസമൂഹത്തിൻ്റെയും നിർലോഭമായ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിൻ്റെ നിത്യ ചിലവുകൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായി N. ശിവദാസനും ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായി സതീന്ദ്രനാഥും ഈ സ്ഥാപനത്തിൻ്റെ ട്രഷററായി N. വിക്രമൻ നായരും സേവനം ചെയ്തു വരുന്നു. എൻ്റെ പേര് സിന്ധു മഹേശൻ എന്നാണ്. ഞാനിവിടെ തുടക്കം മുതലേ ഉണ്ട്. 2005-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് 20 വർഷത്തോളമായി ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ മക്കളായാലും അച്ഛനും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് തിരിച്ച് വരാമെന്ന് പറഞ്ഞാണ് പോണത്. ആരും ഇങ്ങോട്ട് വരാറില്ല. പിന്നെ റോഡിൽ കിടക്കുന്ന ആൾക്കാരെയും ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. ശരിക്കും അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറയ്ക്കുന്ന ആൾക്കാരെ വരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം ശരിക്കും പേനൊക്കെ പറക്കുന്ന ഒരവസ്ഥയിലാണ് ആൾക്കാരെ. തലയിൽ ശരിക്കും താടി മുടിയൊക്കെ വളർന്ന് ആളുപോലും അറിയാൻ വയ്യാത്ത രീതിയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവരെയൊക്കെ വൃത്തിയാക്കി തലമുടിയൊക്കെ വെട്ടി നല്ലോണം തേച്ച് കുളിപ്പിച്ച് 3-4 ദിവസമൊക്കെ ആയിരിക്കും തേച്ച് കുളിപ്പിച്ചൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ തേച്ച് കുളിപ്പിച്ച് പിറ്റേന്ന് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവില്ല ഇങ്ങനെ ഒരാളിനെയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ബോധമില്ലാത്ത ആൾക്കാരായിരിക്കും, മെൻ്റൽ പേഷ്യൻ്റ് ആയിരിക്കും വരണത്. അവരെല്ലാവരും നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ മക്കൾ വിചാരിക്കുന്നില്ല നമുക്കും ഇത് ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് വരുന്നതെന്ന് അവർ വിചാരിക്കുന്നില്ല. 20 വർഷം കൊണ്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഒരുപാട് അച്ഛനും അമ്മയും എനിക്കുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഇല്ല. ഇവർ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഞാൻ വഴക്ക് പറയുകയും ചെയ്യും, അവരെന്നെയും വഴക്ക് പറയും. പക്ഷേ എന്നെ ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും എന്നോട് അവർക്ക് വലിയ സ്നേഹമാണ്. പിന്നെ 20 വർഷം എന്ന് പറയണത് ഒരു വിശേഷ ദിവസങ്ങളിൽ പോലും ഞാനിവിടെ വരുന്നുണ്ട്, അവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല ആ ദിവസങ്ങളിലൊന്നും. ഇവിടെ വന്ന അവരൊപ്പം തന്നെയാണ് ആഹാരം വെച്ച് കഴിക്കുന്നതും. അവരെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പോലെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അവരുടെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. ഒരമ്മ മോനിവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പോൾ 10 വർഷമായി. ആ അമ്മയ്ക്ക് നമ്മൾ തന്നെയാണ് എല്ലാവരും.
വിഷമങ്ങളേ ഉള്ളൂ, അമ്മമാർക്കും അച്ഛന്മാർക്കായാലും വിഷമങ്ങളേ ഉള്ളൂ. ഇവിടെ ട്രീറ്റ്മെൻറ്റ് മാസത്തിൽ രണ്ടാമത്തെ ആഴ്ച ഡോക്ടർ ഇവിടെ വരുന്നുണ്ട്. മുളയ്ക്കലത്തേവല ഡോക്ടറാണ് വരുന്നത്. അവിടുത്തെ ടീം അംഗങ്ങളാണ് വരുന്നത്. ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് മരുന്നുകൾ നൽകുന്നുണ്ട്, മെൻ്റൽ പേഷ്യൻ്റിനൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അവർ നല്ലൊരു സേവനമാണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അവർ അന്നദാനം എന്ന് പറയുമ്പോൾ കല്യാണം, ബർത്ത്ഡേ പാർട്ടി, അതുപോലെ ചരമവാർഷികം അങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളൊക്കെ അവരുടെ വീട്ടിൽ ആഘോഷിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നുണ്ട്. അതും വലിയ വലിയ എമൗണ്ടുകളല്ല, ചെറിയ എമൗണ്ടുകളാണ്. നമ്മൾ അതിനുള്ളിൽ വെച്ചെല്ലാം അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ദിവസങ്ങളൊക്കെ വലിയ സന്തോഷമാണ്. പിന്നെ നമ്മളെ വീട്ടിൽ എന്താണോ വേവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സാറ് സതീന്ദ്ര സാറായാലും വിക്രമൻ സാറായാലും എല്ലാ ഉപദേശങ്ങളും നമുക്ക് തരുന്നുണ്ട്. പൊതുവിൽ എന്ന് വെച്ചാൽ അവരുടെ സങ്കടങ്ങൾ മൊത്തം നമ്മളോട് പറയുന്നുണ്ട്, നമ്മളത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ അച്ഛമ്മമാരെ നോക്കുന്നത് പോലെ തന്നെയാണ് നമ്മളവരെ നോക്കുന്നത്. അപ്പോൾ ജനലാശുപത്രിയിൽ 9-ാം വാർഡിൽ കിടക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് കിടക്കുന്നത്. അതിൽ മെൻ്റൽ പേഷ്യൻ്റും ഉണ്ട്, നല്ലതായ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് പല്ല് തേക്കാൻ അറിയില്ല, കുളിക്കാൻ അറിയില്ല, തുണികളൊന്നും കഴുകാൻ അറിയില്ല. അപ്പോൾ അന്ന് ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെയാണ് അവരെ സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴാണ് മറ്റുള്ള സ്റ്റാഫുകളെല്ലാം വന്നത്. പണ്ട് എന്ന് വെച്ചാൽ ഒരു 15 വർഷത്തോളം ഞാൻ തനിച്ചായിരുന്നു. ഇപ്പോൾ 5 വർഷം കൊണ്ട് എനിക്ക് കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്. മറ്റേ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാനിവിടെ നഴ്സായിട്ടാണ് വന്നത്. പക്ഷേ നഴ്സായിട്ട് വന്നാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാരുടെ അവരെ കുളിപ്പിക്കുന്ന കാര്യങ്ങളായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാനും കൂടെ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ചിലർക്ക് വീട്ടിൽ മക്കളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അതിവിടെ വന്നാലും നമ്മളുമായിട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ല. ചിലർ മക്കളുമായിട്ട് നല്ല സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ നമ്മളെയും മക്കളെ പോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പം നമ്മളും അതുപോലെ തന്നെയാണ് അവരെ കാണുന്നത്. ഇപ്പം നമ്മളായിട്ട് ദേഷ്യത്തിലുള്ള ആൾക്കാരെയും നമ്മൾ നല്ല സ്നേഹത്തോടെ തന്നെയാണ് നോക്കുന്നത്. കാരണം നമ്മളെ ആശ്രയിച്ചല്ലേ അവരിവിടെ വരുന്നത്. അപ്പോൾ നമ്മളതുപോലെ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് ഇവിടം വിട്ട് ഉള്ളൊരു ജീവിതം വേറെ ഇല്ലാത്തൊരു രീതിയാണ്. കാരണം 9 മണി കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ പോലും നിൽക്കാൻ പറ്റത്തില്ല. നേരെ ഇവിടെ വന്നാലേ ഒരു ആശ്വാസം കിട്ടുള്ളൂ. രാവിലെ ഇവിടെ വന്നാണ് ആഹാരം കഴിക്കുന്നത് തന്നെ. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപറ്റം മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ചക്കുളത്തമ്മ സഞ്ജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ വൃദ്ധസദനം ഇന്ന് അനാഥമാക്കപ്പെട്ട ജന്മങ്ങൾക്ക് ആശ്വാസത്തിന്റെ തണൽ ഒരുക്കി നൽകിയിരിക്കുന്നു. രാവിലെ 9 മണിക്ക്, അത് കഴിഞ്ഞ് 9 മണിക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കും. അത് പല ദിവസവും പലതായിരിക്കും. ദോശ, ഇഡ്ഡലി, പുട്ട്, ഇങ്ങനെ മാറി മാറി ഓരോ ദിവസവും വ്യത്യസ്തമായ ആഹാരങ്ങളായിരിക്കും. ഉച്ച സമയത്ത് വിഭവസമൃദ്ധമായ ആഹാരമായിരിക്കും. 4 മണിക്ക് ഒരു സ്നാക്സും ചായയും ഉണ്ടാവും. വൈകിട്ട് അത്താഴ ഭക്ഷണവും കൊടുക്കുന്നതാണ്. ചില വീടുകളിലൊക്കെ ചില ഫംഗ്ഷൻ നടക്കുമ്പോൾ നേരത്തെ അറിയിച്ച് നമുക്ക് പറയുന്ന ഫുഡുകളാണെങ്കിൽ നമ്മൾ വാങ്ങും. ഇല്ലെങ്കിൽ നമുക്ക് കുക്കുണ്ട്, പാചകം ചെയ്യും. അപ്പം ചില സ്ഥലങ്ങളിൽ നിന്ന് അധികം വരുന്നതൊക്കെ വിളിച്ച് പറയാറുണ്ട്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ എടുക്കാറില്ല. നേരത്തെ അറിയിച്ച് അനുവാദം വാങ്ങുന്ന ഫുഡുകൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. 2005 തുടങ്ങുമ്പോൾ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് ഞാനും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ മുതലുള്ള ഒരു മെമ്പറാണ് ഞാൻ. ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. 2005 ഡോക്ടർ രാമൻ നായർ, ഭാസ്കരൻ ആശാരി, ഒരു രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങി കുറച്ച് വ്യക്തികൾ കൂടിയാണ് തുടക്കം വയ്ക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ്മ, ആ കമ്മിറ്റികളുടെ കൂട്ടായ്മയാണ് ഇത്രയും വർഷം കഴിഞ്ഞ് ഇത് നല്ല വികസനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോഴേ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും കിടക്കുകളും അവർക്ക് അത്യാവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. നമുക്ക് 50 പേരെ വരെ ഇവിടെ അഡ്മിഷൻ ചെയ്യാനുള്ള അനുവാദമുണ്ട്. 50 പേര്, 50 പേർക്കുള്ളതുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും 33 പേരാണ് നിലവിലുള്ളത്. അതിൽ 8 സ്ത്രീകളും ബാക്കിയെല്ലാം പുരുഷന്മാരുമാണ് ഇപ്പോഴും നിലവിൽ. സർക്കാരിൻ്റെ ഗ്രാൻഡ് എയ്ഡ് ഉണ്ട്. അത് നമുക്ക് 25 പേർക്കുള്ള ഗ്രാൻഡ് എയ്ഡ് നമുക്ക്
ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളൂ. ഓരോ വർഷവും അവർ പുതുക്കി അനുവദിക്കുന്നതിൽ നമ്മുടെ സ്ഥാപനത്തിന് 25 പേരെ ഗ്രാൻഡ് എയ്ഡാണ് കിട്ടുന്നത്. അത് നമുക്ക് മുടങ്ങാതെ എല്ലാ റെക്കോർഡുകളും കൊടുത്ത് നമ്മുടെ ആ ഗവൺമെൻറ് ലോക്കൽ ബോഡിയുടെ ഓഡിറ്റ്, പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് എല്ലാം നടത്തി കൃത്യമായി കണക്കുകൾ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു തടസ്സവുമില്ലാതെ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു റേറ്റൊന്നും വെച്ചിട്ടില്ല. ഓരോ ആളിൻ്റെ അവരെ കഴിവനുസരിച്ച് അവർ വന്നത് കണ്ട് അവർ ഇഷ്ടപ്പെടുന്ന ഒരു തുക ഇവിടെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര രൂപ അടച്ചാലും നമ്മളത് സ്വീകരിക്കുകയും ചെയ്യും. അതനുസരിച്ചുള്ള ആഹാരം കൊടുക്കുകയും അവർക്ക് കൂടെ വന്ന് വിളമ്പി കൊടുക്കാനും കൂടെ ആഹാരം കഴിക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കാറുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ പ്രവർത്തിച്ചു വരുന്ന ചക്കുളത്തമ്മ സഞ്ജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോമിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള തണലിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.